ഇന്ന് നമ്മൾ ഒരു കോഴിക്കറി ഏട്ടാ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. സാധാരണ നമ്മളൊക്കെ കോഴിക്കറിക്ക് വെക്കുമ്പോൾ അങ്ങനെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് കോഴിക്കറിക്ക് വെക്കൽ വളരെ കുറവാണല്ലോ. ഇന്ന് നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് നമ്മളെ ഒരു നാടൻ സ്റ്റൈലിലാണ് കോഴിക്കറി റെഡിയാക്കുന്നത്. അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളായിട്ട് എനിക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത്തക്കായ ചേർക്കാം, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർക്കാം. എന്നിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഞാൻ ചിക്കൻ കറി വയ്ക്കുമ്പോൾ ശരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏത്തക്കായാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത്തക്കായ്ക്ക് പകരം നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലും എല്ലാ സാധനങ്ങളും ഞാൻ കട്ട് ചെയ്ത് എല്ലാവരും റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് ഞാൻ നമ്മുടെ കറിയിലേക്ക് ചേർക്കുന്ന സമയത്ത് അതിൻ്റെ അളവൊക്കെ പറയാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അത് നമ്മൾ കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ചമുളകും കശുവണ്ടിയും അരച്ച് ചേർത്തിട്ടാണ് നമ്മൾ ആ പേസ്റ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഇതേപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് ഞാനൊരു ചിക്കൻ കറിയുടെ വീഡിയോ ഒരു 3 ആഴ്ച മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതായിരുന്നാലും ശരിക്കും നല്ല ടേസ്റ്റുള്ള കോഴിക്കറി കേട്ടോ. ഇതായിരുന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പാടുള്ള പണികളൊക്കെ ഞാൻ നേരത്തെ കൂട്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴായിരുന്നാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. മറ്റേ ടിന്നിൽ കിട്ടുന്ന മറ്റേ കോക്കനട്ട് മിൽക്ക് ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് ഉണ്ടാക്കരുത് കേട്ടോ. അത് ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിന് ശരിക്കും നമ്മുടെ ഈ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ ഞാൻ പറയുന്ന ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള പേസ്റ്റൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. 6 ഇതേപോലത്തെ 6 തണ്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ റെഡിയാക്കിയെന്ന് പറഞ്ഞാൽ ചിക്കൻ കറിയും ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയാണ് വെച്ചേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും അതിനകത്ത് നമ്മൾ കറിവേപ്പില നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നു. ഒരു പിടി കശുവണ്ടി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ പച്ചമുളക്. ഇത് പച്ചമുളക് ഇരുന്ന് പഴുത്തതാണ്. നിങ്ങൾ പച്ചമുളക് ചേർത്താൽ മതിട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് ഇത് അത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തോ. ഇതിപ്പോൾ 2, 4, 6, 8, 10 ഒരു 11 മുളക് എടുത്തിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ കുറച്ച് ചാറിലാണല്ലോ വയ്ക്കുന്നത്. അപ്പോൾ കറി അത്രയ്ക്ക് ഞാൻ തിക്കായിട്ടല്ലല്ലോ ഇരിക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്കത് ഒന്ന് കറക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് പൊടിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഒരു മണമാണ്. നമ്മൾ കറിവേപ്പിലൊന്നും അങ്ങനെ സാധാരണ നമ്മൾ അരച്ച് ചേർത്തിട്ട് നമ്മളങ്ങനെ ചിക്കൻ കറിയൊന്നും നമ്മളങ്ങനെ സാധാരണ വയ്ക്കാറില്ലല്ലോ. പക്ഷെ നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി വേണം. അപ്പോൾ ഞാനിവിടെ ഒരു പഴുത്ത തക്കാളിയും ഒരു പച്ച തക്കാളിയും എടുത്തേക്കുന്നത്. അതിപ്പോൾ 2 പഴുത്തത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പഴുത്തത് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ പച്ചയായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. വെളിച്ചെണ്ണ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യണം കേട്ടോ. അപ്പോഴായിരിക്കും നമ്മുടെ ആ തേങ്ങാപ്പാലും പിന്നെ നമ്മുടെ ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഒന്നും പറയാനില്ല. പിന്നെ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവോളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഞാനിവിടെ അത്യാവശ്യം നല്ല ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ആയിരുന്നാലും ഒരു 10 വലിയ വെളുത്തുള്ളി എടുത്തിട്ട് അത് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ വഴറ്റിയിട്ട് ഇത് നമ്മൾ അരച്ചിട്ട് നമ്മൾ ഒന്ന് പേസ്റ്റ് പോലെ ആക്കും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചതച്ചിട്ട് എടുക്കാം, കട്ട് ചെയ്തിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മുടെ കറി വയ്ക്കാനുള്ള പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ കുറച്ച് വലിയൊരു പാത്രമാണ് എടുത്തേക്കുന്നത്, കാരണം കുറച്ച് ചാറിലാണ് വയ്ക്കുന്നത്. അതിന് ഇത്രയ്ക്ക് വലുപ്പം വേണ്ട. പക്ഷേ എൻ്റെ ഉള്ളതിൽ ഇളക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലുതെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ, ആ ജീരകമാണ് ചേർക്കുന്നത്. ഇത് 1 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. വലിയ ജീരകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെനൽ സീഡ്സ്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഉലുവയും ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ. കാരണം ഉലുവ ഒരുപാട് ചേർക്കണ്ട. പക്ഷേ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. നമ്മൾ സാധാരണ ഉലുവയും അങ്ങനെ ചേർക്കാറില്ലല്ലോ ചിക്കൻ കറി വയ്ക്കുമ്പോൾ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ചൂടായി കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ
ഇഞ്ചി വെളുത്തുള്ളി സവോളയൊക്കെ ചേർക്കാം. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവോളയൊക്കെ മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവണം കേട്ടോ. നമ്മൾ വഴറ്റിയിട്ടല്ല എടുക്കുന്നത്, നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ആ ഉലുവയ്ക്ക് ചൂടായതുകൊണ്ട് നല്ല മണം വരുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിൽ നമ്മൾ എന്ത് സാധനം ഇട്ടിട്ട് വഴറ്റിയെടുക്കുമ്പോഴേ നല്ല മണം ഉണ്ടാവില്ല. അപ്പം ഇത് ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയട്ടെ. ഇത് മൊരിഞ്ഞായിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കണം. അപ്പോൾ ഇത് മൊരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് നമ്മൾ പച്ചത്തക്കാളി പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ തക്കാളി പഴുത്തതാട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഒരു തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തക്കാളി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ പറിച്ച് വയ്ക്കണം. അപ്പോൾ തക്കാളിന് ഒട്ടും പൊട്ടലൊന്നും വീഴാണ്ട് നന്നായിട്ട് നമുക്ക് പഴുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കണില്ല കേട്ടോ. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളകും പിന്നെ പച്ചമുളകൊക്കെ നമ്മൾ അരച്ച് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ പൊടികളായിട്ട് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്, പിന്നെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്, പിന്നെ ലാസ്റ്റ് നമ്മൾ ഗരം മസാലയും ചേർക്കും, പിന്നെ പെരിഞ്ജീരകം നമ്മൾ ഓൾറെഡി നമ്മൾ മുഴുവനായിട്ട് ഇട്ടിട്ട് ഇത് നമ്മൾ അരച്ചിട്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് പെരിഞ്ജീരകം മുഴുവനായിട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയായിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയായിട്ടും ചേർക്കാം കേട്ടോ. പൊടിയായിട്ടാണ് ചേർക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർക്കാം. അപ്പോൾ ഈ അടുത്തത് ചേർക്കുന്നത് നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ ഡ്രൈ ആയിട്ടല്ലല്ലോ എടുക്കണത്, കുറച്ച് ചാറ് പോലെയല്ലേ എടുക്കണത്. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ തക്കാളി ഉണ്ടല്ലോ, തക്കാളി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട്, അപ്പം ഈ തക്കാളി വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വരണം. നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഏത്തക്കായ വേണമെന്ന് അറിയില്ലേ, ഏത്തക്കായ നമുക്കൊന്ന് കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 2 വലിയ ഏത്തക്കായാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഏത്തക്കായ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർക്കട്ടെ. അപ്പോൾ ഇതാട്ടെ നമ്മൾ കശുവണ്ടിയും പിന്നെ കറിവേപ്പിലയും കൂടിയിട്ട് അരച്ചെടുത്തേക്കണ പേസ്റ്റ്. അപ്പം ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കട്ടെ. ഇതിനകത്ത് തന്നെ കേട്ടോ നമ്മുടെ കറി നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണത്, കഴുകേണ്ട ആവശ്യമില്ല. അരച്ചെടുത്തേക്കണ അരപ്പ് നമ്മൾ ഈ വഴറ്റിയെടുത്തേക്കണ ഈ പാത്രത്തിലേക്ക് തന്നെ ചേർക്കട്ടെ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ നമ്മുടെ കശുവണ്ടിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും ചേർക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർക്കാൻ വേണ്ടിയിട്ട് പോട്ടെ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഏത്തക്കായ നമുക്ക് നമ്മുടെ ഈ കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ചേർത്താൽ മതി. കാരണം ഏത്തക്കായ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ അരപ്പൊക്കെ ഈ ചിക്കൻ്റെ കൂടെയൊക്കെ ഒന്ന് ചേർന്ന് കറി നല്ലൊരു തിളയൊക്കെ
വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഏത്തക്കായ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലും ചേർക്കണം. തേങ്ങാപ്പാൽ നമ്മളിപ്പോൾ ചേർക്കണില്ല. അപ്പോൾ ഈ കറി നമ്മൾ മൂടി വയ്ക്കുകയാണ്. പിന്നെ നിങ്ങൾ എടുക്കണ ചിക്കൻ്റെ വേവിന് അനുസരിച്ചിട്ട് സമയത്തിൽ വ്യത്യാസം വരും കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് നാടൻ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വേവുള്ള ചിക്കനാണ്. അപ്പോൾ ഞാൻ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കും. ഇത് നിങ്ങൾക്ക് സാധാരണ മറ്റേ ബ്രോയിലർ ചിക്കൻ വെച്ചിട്ട് ഈ കറി ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് അരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലും ചേർക്കും. അപ്പോൾ ബ്രോയിലർ ചിക്കനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ വെള്ളം ചേർത്തപ്പോൾ ഇത്രയ്ക്ക് വെള്ളം ചേർക്കണ്ട. കാരണം തേങ്ങാപ്പാലും കൂടി ചേർക്കുമ്പോൾ കറിയിൽ അത്യാവശ്യം നല്ല ചാറ് വരുമല്ലോ. പിന്നെ അത് പെട്ടെന്ന് വേവുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്താൽ മതി. അരപ്പ് ചേർക്കുമ്പോൾ ഇത്രയ്ക്ക് വെള്ളം ചേർക്കണ്ട. ഇതിനൊരു പകുതി വെള്ളം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ കറിയിലെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഏത്തക്കായ ചേർക്കാണ്. ഏത്തക്കായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ്. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 1-ാം പാലും 2-ാം പാലായിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു തേങ്ങ പിഴിഞ്ഞിട്ടാണ് പാലെടുത്തത്. ഒരുപാട് വെള്ളം പോലെയല്ല കേട്ടോ എടുത്തേക്കുന്നത്. 2-ാം പാലായിരുന്നാലും കുറച്ച് കട്ടിയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 2-ാം പാൽ ചേർക്കാം. ഫ്രഷ് തേങ്ങാപ്പാൽ ചേർക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. അത് നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കറിയുടെ ലാസ്റ്റ് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. കാരണം ഗരം മസാലയുടെ ഒരു അളവ് കറക്റ്റ് പറയുന്നില്ല. കാരണം നമ്മൾ പലരും എടുക്കുന്നത് ചില ഗരം മസാല ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി ഏത്തക്കായയും പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇതിനകത്ത് കിടന്ന് വെന്ത് ഇതിൻ്റെ ഈ ഗ്രേവിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരണം. അപ്പോൾ നമ്മൾ കശുവണ്ടിയും കൂടിയിട്ട് അരച്ച പേസ്റ്റ് നമ്മൾ തുടക്കത്തിൽ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങനെ അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ. കാരണം ഇത് നമ്മൾ തിക്കായിട്ട് ഉണ്ടാക്കണ കറിയല്ലല്ലോ, കുറച്ച് ചാറിൽ ഉണ്ടാക്കണതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ ചേർത്തേട്ടോ. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കശുവണ്ടി നമ്മൾ പേസ്റ്റൊക്കെ ആക്കിയിട്ട് ചേർക്കുമ്പോൾ നമ്മൾ കറിയുടെ ഒരു പകുതി അല്ലെങ്കിൽ 3/4 ഭാഗമൊക്കെ ആയിട്ടല്ലേ ചേർക്കാറ്. ഇനി പുറത്തേക്ക് പോകാനുള്ള പരിപാടിയാന്ന് തോന്നും. ഇതപ്പോൾ നമ്മൾ 2-ാം പാല് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏത്തക്കായ ആയിരുന്നാലും നമ്മുടെ ചിക്കനൊക്കെ ആയിരുന്നാലും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നോക്കി ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് കറിയുടെ ഗ്രേവിയൊക്കെ ആയിരുന്നാലും അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1-ാം പാൽ എടുത്ത് വെച്ചല്ലേ 1-ാം പാൽ കൂടിയിട്ട് ചേർക്കാണ്. നിങ്ങൾ ശരിക്കും കറി എന്താ തിളയ്ക്കാത്തത്? ഞാനിവിടെ ഈ ജനലിൻ്റെ അടുത്തേക്ക് ഇവിടെ നീക്കി വെച്ചിട്ട് കറി കാണിച്ചതാണ്. അപ്പോൾ ഈ 1-ാം പാല് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കറി നല്ലൊരു തള വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കറിയിലേക്ക് നമുക്ക് താളിച്ചിടാം. അപ്പോൾ ഈ നമ്മുടെ കറിയിലേക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് വറ്റൽമുളക് ഇടുന്നുണ്ട്. ഒന്ന് മുരിഞ്ഞോട്ടെ. ഞാനിതിലേക്ക് കുറച്ച് സവോളയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചിയും കൂടിയിട്ടാണ് നമ്മൾ താളിച്ചിട്ട് ഇടുന്നത്. ഈ താളിക്കുന്നതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കണം കേട്ടോ. നമ്മൾ കറിയിൽ നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 1-ാം പാല് ചേർത്ത് കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തീ ഓഫ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മുടെ നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഈ ചാറ് മാത്രം മതി നമുക്ക് ചോറിനാൻ വേണ്ടിയിട്ട്. കാരണം നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുത്തേക്കണ കറിയാണല്ലോ. പിന്നെ ഗരം മസാല നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ചാറൊന്ന് ടേസ്റ്റ് നോക്കട്ടെ എന്നിട്ട് പറയാം. നല്ല ടേസ്റ്റുള്ള കോഴിക്കറിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നാടൻ കോഴിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും നിങ്ങൾക്ക് നല്ല ഇഷ്ടം. അതേപോലെ തന്നെ ബ്രോയിലർ ചിക്കനായിരുന്നാലും വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും.
ആ പച്ചമുളകും കുരുമുളകും ഒക്കെയാണ് അരച്ച് ചേർത്തിട്ട് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കറി വയ്ക്കുമ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ കറിയാണ്. ഈ കറി കൂട്ടി വയ്ക്കട്ടെ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. ഇപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചോറിനുള്ള നേരമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കോഴിക്കറി കൂട്ടിയിട്ട് ഞങ്ങൾ ചോറിനിട്ടെ. കറിയുടെ ചാറൊക്കെ ആയിരുന്നാലും അത്യാവശ്യം നല്ല തിക്കായിട്ട് ഇരിക്കുന്ന ചാറാട്ടാ.